കേപ്പ് ടൗണിൽ നിന്നുള്ള ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു സ്പെഷ്യൽ ഡെസ്റ്റിനേഷനിലേക്കാണ്. ആഫ്രിക്കയിൽ തന്നെ പെൻഗ്വിൻസിനെ തൊട്ടടുത്ത് കാണാൻ കഴിയുന്ന അപൂർവ സ്ഥലമായ ബൗൾഡേഴ്സ് ബീച്ചിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേപ്പ് ടൗൺ സിറ്റിയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ നമുക്ക് ബൗൾഡേഴ്സ് ബീച്ചിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ ഈ യാത്രയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ഡ്രൈവ് തന്നെയാണ്. കേപ്പ് ടൗൺ സിറ്റിയിൽ നിന്ന് നമ്മൾ ആദ്യം ഫോൾസ് ബേ എന്ന തീരപ്രദേശത്തേക്കുള്ള വഴിയിലൂടെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പാസ് ചെയ്യുന്നത് ഫിഷ് ഹൂക്ക് എന്ന മനോഹരമായ ഒരു കടൽ തീര പട്ടണത്തിലൂടെയാണ്. കുടുംബസമേതം സമയം ചെലവഴിക്കാനും ശാന്തവും സേഫായുള്ള ഒരു ബീച്ച് അനുഭവിക്കാനും പറ്റിയ നല്ലൊരു അടിപൊളി ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഫിഷ് ഹൂക്ക്. അപ്പോൾ കേപ്പ് ടൗണിൽ നിന്ന് ബൗൾഡേഴ്സ് ബീച്ച് വരെ പോകുന്ന റൂട്ടിൽ ഫിഷ് ഹൂക്ക് ഒരു പ്രധാന സ്റ്റോപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കുഞ്ഞ ടൗണിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ റോഡ് സൈഡിൽ ഒരു ഫില്ലിംഗ് സ്റ്റേഷൻ പാസ് ചെയ്യുന്നത് കാണാം. നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പിനെ ഇവിടെ ഫില്ലിംഗ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. അതുപോലെ റോഡ് സൈഡിൽ ഇങ്ങനെ പാർക്കിങ്ങിനായിട്ടുള്ള ഏരിയാസൊക്കെ ഉണ്ട്. സൗത്ത് ആഫ്രിക്കയിലുള്ള ആളുകൾ ട്രാഫിക് റൂൾസൊക്കെ പാലിച്ച് നല്ല ഡിസിപ്ലിനായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര ഓർഗനൈസ്ഡ് ആയിട്ടാണ് എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ ഈ റോഡുകളും ഒക്കെ നല്ല അടിപൊളി റോഡുകളും കൂടിയാണ് ഇവിടെയുള്ളത്. റോഡിൻ്റെ ഇരു സൈഡുകളിലും ഷോപ്പുകളാണ്. അതുപോലെ നമ്മളിപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു മലനിരയും ആ മലനിരകളിലും കുറേ വീടുകളൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. അതൊരു ഭയങ്കര രസമുള്ള കാഴ്ചയാണ് കേട്ടോ, വീടുകളൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ കാണാനായിട്ട്. അതുപോലെ നമ്മളിനി പോകുന്നത് സൈമൺസ് ടൗൺ എന്ന ഒരു കൊച്ചു ടൗണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൈമൺസ് ടൗണിലാണ് ബൗൾഡേഴ്സ് ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ട്രിപ്പിൻ്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഈ ഡ്രൈവ് എന്നുള്ളത്. ആഫ്രിക്കയെക്കുറിച്ചുള്ള പലരുടെയും മനസ്സിലുള്ള ധാരണ തെറ്റാണെന്ന് കേപ്പ് ടൗണിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ സിറ്റികളിൽ ഒന്നായിട്ട് പലപ്പോഴും തിരഞ്ഞെടുക്കപ്പെടുന്ന സിറ്റിയാണ് കേപ്പ് ടൗൺ. അതെന്താണെന്ന് നിങ്ങൾക്ക് ഇവിടെ എത്തുമ്പോൾ മനസ്സിലാവും. നമ്മളിപ്പോൾ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ഒരു ഭാഗത്ത് നീല നിറത്തിൽ അറ്റ്ലാന്റിക് ഓഷ്യനും മറുഭാഗത്ത് മലനിരകളും ആ മലനിരകളും വീടുകളുമൊക്കെ ആയിട്ട് നല്ല അടിപൊളി സിനിക് ഡ്രൈവാണ് ഇതിൻ്റെ പ്രത്യേകത. ഫിഷ് ഹൂക്ക് പിന്നിട്ട് കഴിഞ്ഞാൽ റോഡ് കൂടുതൽ മനോഹരമാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേ വളവുകളും കാഴ്ചകളും സൈക്കിൾ യാത്രക്കാരും അതുപോലെ കാൽനടക്കാരെയും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ എത്തിച്ചേരുന്നത് ചരിത്രപ്രധാനമുള്ള ഒരു ചെറിയ കടൽത്തീര പട്ടണമായ സൈമൺസ് ടൗണിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മലനിരകളുമുള്ള വീടുകളും കൺസ്ട്രക്ഷനൊക്കെ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. അവിടെയൊക്കെ താമസിക്കുന്നവരുടെ വൈബ് എന്താവില്ലേ. നേരെ കാണുന്നത് ബീച്ച്. വാവ്! സൈമൺസ് ടൗൺ എത്താറാവുമ്പോൾ കടലിൻ്റെ നിറം തന്നെ മാറുന്ന പോലെ തോന്നും. നല്ല ടർക്വൈസ് ബ്ലൂ കളറുള്ള വാട്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ റോഡിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള ഒരു ഫീല് അതൊരു വല്ലാത്ത ഫീലാണ്. എത്ര തവണ പറഞ്ഞാലും മതിയാവില്ല. ഞാൻ കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. പക്ഷേ നിങ്ങളിത് അനുഭവിച്ചറിയേണ്ട ഒരു ഡ്രൈവാണ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. സൈമൺസ് ടൗൺ സൗത്ത് ആഫ്രിക്കയിലെ ചരിത്രപ്രധാനമുള്ള ഒരു ചെറിയ കടൽ തീര പട്ടണമാണ്. ഇത് സൗത്ത് ആഫ്രിക്കൻ നേവിയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. പഴയ യൂറോപ്യൻ സ്റ്റൈലിലുള്ള കെട്ടിടങ്ങളും ചെറിയ കഫേകളും ഇവിടുത്തെ പ്രത്യേകതകളിൽ ഒന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സൈമൺസ് ടൗൺ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും നല്ല ടർക്വൈസ് ബ്ലൂ കളറുള്ള വാട്ടറും നല്ല വെള്ള സാൻഡും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ബീച്ചൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഒരു കാലത്ത് ബ്രിട്ടീഷ് റോയൽ നേവിയുടെ ബേസ് ആയിരുന്ന ഈ പ്രദേശം ഇന്ന് സൗത്ത് ആഫ്രിക്കൻ നേവിയുടെ കീഴിലാണ് ഉള്ളത്. കേപ്പ് കോളനിയുടെ ഗവർണറായിരുന്ന സൈമൺ ഫാൻ ഡെർ സ്റ്റെൽ എന്ന ആളുടെ പേരിനോട് ചേർത്താണ് ഈ ടൗൺ ഇന്ന് സൈമൺസ് ടൗൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് ഇനി കുറച്ച് മിനിറ്റുകളുടെ ഡ്രൈവ് കൂടിയുള്ളൂ നമുക്ക് ബൗൾഡേഴ്സ് ബീച്ച് എത്താനായിട്ട്. ബൗൾഡേഴ്സ് ബീച്ചിൻ്റെ പ്രത്യേകത വലിയ ഗ്രാനൈറ്റ് പാറകളാണ്. അത് നമ്മൾ അവിടെ എത്തുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് ആ പ്രദേശത്തിന് ബൗൾഡേഴ്സ് എന്ന പേര് വരാൻ കാരണം. പക്ഷേ ലോകമെമ്പാടുള്ള ആളുകൾ അവിടെ എത്തിച്ചേരുന്നത് മറ്റൊരു കാരണം കൊണ്ടാണ്. ആഫ്രിക്കൻ പെൻഗ്വിൻസുകളാണ് അതിനുള്ള കാരണം. വംശനാശ ഭീഷണി നേരിടുന്ന അനിമൽസിൻ്റെ ലിസ്റ്റിലുള്ള ഒരു ജീവിയാണ് ആഫ്രിക്കൻ പെൻഗ്വിൻ. 1980-ൽ കുറച്ച് പെൻഗ്വിൻസ് ഇവിടെ വന്ന് താമസമുറപ്പിച്ചതാണ്. ഇന്ന് ഏകദേശം 3000-ഓളം ആഫ്രിക്കൻ പെൻഗ്വിൻസാണ് ഇവിടെയുള്ളത്. വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആളുകളുടെ പ്രയത്നം കൂടിയുണ്ട് ഇതിൻ്റെ പുറകിൽ. അപ്പോൾ ഈ പ്രദേശം ഒരു സംരക്ഷിത പ്രദേശമാണ്. സൗത്ത് ആഫ്രിക്കൻ നാഷണൽ പാർക്കിൻ്റെ കീഴിലാണ് ബൗൾഡേഴ്സ് ബീച്ച് വരുന്നത്. ആഫ്രിക്കൻ പെൻഗ്വിൻസിൻ്റെ പ്രധാന ഭക്ഷണങ്ങളൊന്നാണ് ഫിഷ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫിഷിംഗ് നിരോധിച്ചിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീടുകളൊക്കെ പാസ് ചെയ്ത് ബൗൾഡേഴ്സ് ബീച്ചിൻ്റെ പാർക്കിംഗ് ബേയിലേക്കാണ് എത്തിച്ചേരാൻ പോകുന്നത്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഒരു ബോർഡ് വാക്ക് വഴി നമുക്ക് ബൗൾഡേഴ്സ് ബീച്ചിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. അതിനുശേഷം നമുക്ക് ബൗൾഡേഴ്സ് ബീച്ചിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ ബൗൾഡേഴ്സ് ബീച്ചിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ.